നമസ്കാരം. ഇന്നിഷയിലേക്ക് ഏവർക്കും സ്വാഗതം. വീണ വിജയനെ രണ്ടാം വട്ടം സമൻസ് കൊടുത്ത് ED കൊച്ചിയിലുള്ള ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നു. വീണ വിജയൻ ഹാജരായി. ഒരു എക്സ്റ്റെൻറ്റ് വരെ നമുക്ക് ആശ്വസിക്കാം. ജനാധിപത്യത്തിൽ ആരെക്കാളും മേലെയല്ല, ആരെക്കാളും താഴെയുമല്ല എന്ന ഒരു അടിസ്ഥാന തത്വം ചിലരൊക്കെ വയലേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ED അന്വേഷണത്തിന് വന്നപ്പോൾ തന്നെ കുപ്പിയെടുത്ത് ED ഉദ്യോഗസ്ഥരെ വലിച്ചെറിയുകയും അവരുടെ വാഹനം ആക്രമിക്കുകയും ഒക്കെ ചെയ്തത്. ED പോലെയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് ഒരു സംശയം തോന്നുകയാണെങ്കിൽ അവർക്ക് ആ സംശയം നിവാരണം ചെയ്യാനുള്ള എല്ലാവിധ അവകാശവും ഉണ്ട്. അങ്ങനെയാണ് രാജ്യത്തിൻ്റെ ഇൻറ്റഗ്രിറ്റിയും എല്ലാം നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. സോഴ്സ് ഓഫ് ഇൻകം കണ്ടെത്തേണ്ടതുണ്ട്. അത് എങ്ങനെ ഉണ്ടാകുന്നു, എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു എന്നൊക്കെ അറിയാനുള്ള അവകാശം, ഉത്തരവാദിത്തം, അവകാശമല്ല, അത് അവരുടെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ രാജ്യത്തിൻ്റെ അഖണ്ഡത നിലനിർത്താൻ സാധിക്കുള്ളൂ. രാജ്യസുരക്ഷയ്ക്കും അത് തന്നെയാണ് ആവശ്യം. അല്ലെങ്കിൽ പാരലലായിട്ടുള്ള ഒരു സമാന്തര ഭരണകൂടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ED അങ്ങനൊരു അന്വേഷണത്തിന് ഉത്തരവിടുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ അന്വേഷണവുമായിട്ട് വരുമ്പോൾ അതിന് സഹകരിക്കുകയാണ് വേണ്ടത്. സഹകരിക്കാതെ ED അന്വേഷണത്തിന് സ്റ്റേ വാങ്ങുക, അതിനു വേണ്ടി ഒരുപാട് പൈസ ചിലവാക്കുക, അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ പോയിട്ട് വീണ്ടും സ്റ്റേ വാങ്ങുക, അതൊക്കെ ജനങ്ങളിൽ സംശയം ഉണ്ടാക്കും. എന്തിനെയാണ് ഭയക്കുന്നത്? ഇവിടെ എൻ്റെ അർത്ഥം, ചിലർക്ക് എന്താ പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെൻറ്റ്, ചിലർ മാത്രം എന്താ അത്ര പ്രിവിലേജ്ഡ്. ഇപ്പം എന്നെപ്പോലൊരു വ്യക്തിയാണ് സംശയം. ഇപ്പം ഞാൻ വ്യവസായം നടത്തുമ്പോൾ ഒരു കാരണവുമില്ലാതെ നല്ല ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങുന്നൊരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം. ഇന്ന് വ്യവസായികളോട് കാണിക്കുന്ന ഒരു ഫേവറബിൾ ആയിട്ടുള്ളൊരു വ്യവസായികൾക്കുള്ള ഒരു ഫേവറബിൾ സിറ്റുവേഷൻ ഒന്നും അന്നുണ്ടായിരുന്നില്ല. മൻമോഹൻ സിംഗിന് എൻ്റെ വരവോട് കൂടിയിട്ടാണ് കുറച്ചെങ്കിലും ഗ്ലോബലൈസേഷനും മറ്റ് സംഗതികളൊക്കെ ഉണ്ടായിട്ടുള്ളൂ. കുറച്ചൊക്കെ ഗ്ലോബലൈസേഷൻ മാത്രമല്ല, ഈ ഫ്രീഡം, വ്യവസായികളോട് അനുകമ്പാപൂർവമായിട്ടുള്ള പെരുമാറ്റവും ഒരു ഫ്രീ മാർക്കറ്റൊക്കെ വന്നത് അതിന് ശേഷമാണ്. അതിനു മുന്നേ വർഗ്ഗശത്രുക്കളായിട്ടാണ് കണ്ടിരുന്നത്. കോൺഗ്രസ് ആവട്ടെ കമ്മ്യൂണിസ്റ്റുകാരാവട്ടെ രണ്ടുപേരും ഈ കാര്യത്തിൽ ഒരേ മനോഭാവമായിരുന്നു. വർഗ്ഗശത്രുക്കളായിട്ടാണ് വ്യവസായികളെ കണ്ടിരുന്നത്. ഏതാണ്ട് ആൾക്കാരോട് മര്യാദയ്ക്ക് കച്ചവടം നടത്തുന്ന ആൾക്കാരെ അവർക്ക് അങ്ങനെയുള്ള ഒരു പരിചയം ഉണ്ടായിരുന്നില്ല. വളരെ കുറവ് വ്യവസായം ഉണ്ടായിരുന്നത് മുഴുവൻ കുറച്ച് കശുവണ്ടി വ്യവസായം ഉണ്ടായിരുന്നു. കുറച്ച് അല്ലാത്ത വ്യവസായങ്ങളൊക്കെ അവർക്ക് ഭയങ്കര സംശയത്തിൽക്കൂടെ ആൾക്കാരെ ചൂഷകരായിട്ടൊക്കെയാണ് അവർ കണ്ടിരുന്നത്. വെറുതെ അതേസമയം ഈ കള്ള് കച്ചവടക്കാരെ, ചാരായ കച്ചവടക്കാരെയൊക്കെ വലിയ ഇഷ്ടമാണ്. കാരണം അവരുടെ ബുദ്ധിക്ക് മാച്ചായിട്ടുള്ള കച്ചവടമൊക്കെ അതുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് മര്യാദക്കാരെയൊക്കെ അവർക്ക് അന്ന് ഏത് വിധേനയും ദ്രോഹിക്കുക എന്ന അജണ്ടയോടുകൂടി നടക്കുന്നൊരു കാലഘട്ടമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വരും റെയ്ഡ്, ഇൻകം ടാക്സ്, എക്സൈസ്, സർക്കാർ ഉദ്യോഗസ്ഥർ ഈഗോ ഹേർട്ട് ചെയ്താൽ മതി. മാത്രമല്ല അവർ ഈ ഓണത്തിനും വിഷുവിനൊക്കെ ഒരു പറവെപ്പ് നടത്തും. ഓരോ സ്ഥലങ്ങളിൽ കയറിപ്പോയിട്ട് കൈനീട്ടം ഇത്ര എല്ലാ വ്യവസായ യൂണിറ്റുകളുടെ അടുത്തുനിന്നും കയറി ഓരോ യൂണിറ്റിൽ നിന്നും 25, 50, 1 ലക്ഷമൊക്കെ വാങ്ങി പോവുക, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ദ്രോഹിക്കും നമ്മളെ. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ. പക്ഷേ അവർക്ക് അവരുടെ ഈഗോ എങ്ങാനും ഹേർട്ട് ചെയ്താൽ കണ്ടാൽ തോന്നിയ പെനാൾട്ടി, പിന്നെ റെയ്ഡ്, അങ്ങനെ അനവധി നടത്തും. എന്നാലും നമ്മളതിനൊക്കെ സഹകരിക്കുകയായിരുന്നു. പക്ഷേ ഇവിടെ വീണ വിജയന് റെയ്ഡ് അല്ലെങ്കിൽ നോട്ടീസ് പെട്ടെന്ന് ഒരു വീണ വിജയൻ്റെ വാസസ്ഥലം റെയ്ഡ് ചെയ്യാൻ വേണ്ടി ചെന്നപ്പോഴേക്കും എന്തുമാത്രം ആൾക്കാരാണ് കൂടിയതും ബഹളം വയ്ക്കുകയും അങ്ങനെ അവരെ ദ്രോഹിക്കുകയും കുപ്പിയെടുത്തെറിയുകയും എന്തൊക്കെ ചെയ്തു കൂട്ടി, എന്തൊക്കെ കോലാഹലം കാണിച്ചു കൂട്ടി. നമ്മളൊക്കെ അടയ്ക്കേണ്ടതല്ലാത്ത തുകയ്ക്ക് നമുക്ക് റിക്കവറി ഓർഡർ ഇട്ടിട്ട് നമ്മൾ ചെന്ന് ഈ മന്ത്രിമാരെയൊക്കെ കാല് പിടിക്കുമ്പോൾ പറയണത്, ഞങ്ങൾ
ഞങ്ങൾക്ക് പ്രോപ്പർ ചാനലിലൂടെ പോകാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞ മന്ത്രിമാരൊക്കെയാണ് ഇവർ. അതുകൊണ്ട് അവർക്ക് ഒരു വൺ ടേം സെറ്റിൽമെൻറ്റിന് വേണ്ടിയിട്ട് ആ ബജറ്റിലൊന്നും ഉൾപ്പെടുത്താൻ വേണ്ടി കാല് പിടിക്കാൻ പോയിട്ട് പോലും അവരൊന്നും സഹകരിച്ചില്ല. നമ്മൾ അടയ്ക്കേണ്ടാത്ത കാശാണ്, എന്നാലും കുഴപ്പമില്ല, അത് ഭരണകൂടമായിട്ട് കേസും വയ്യാവലിയിട്ട് നടക്കാൻ പറ്റില്ലല്ലോ, എങ്ങനെയെങ്കിലും സ്വർണ്ണം ഒഴിഞ്ഞു പോട്ടെ എന്ന് വിചാരിച്ചിട്ടൊന്നും അതിനും പോലും അത് കേൾക്കാൻ പോലും നേരമില്ല. അത് ഉടനെ കമ്മീഷണർക്ക് ഉത്തരവിടൂ, അത് പഠിക്കൂ എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ കമ്മീഷണർ പറയുന്നു അവരുടെ സ്റ്റാഫിൻ്റെ തെറ്റ് തന്നെയാണ്, അവർക്ക് രേഖകളില്ല, എന്നാലും അവർക്ക് ഒരു ഫ്രറ്റേണിറ്റി ഫീലിംഗ് ആണ്. അവരുടെ സ്റ്റാഫിൻ്റെ കൂടെ നിൽക്കുകയും നമുക്ക് അനുകൂലമല്ലാത്ത സംഗതികൾ ചെയ്യുകയൊക്കെയാണ് ചെയ്തത്. പിന്നീട് നമ്മൾ RTI ഫയൽ ചെയ്തിട്ടൊക്കെയാണ് നമുക്ക് അനുകൂലമായിട്ടുള്ള റിപ്പോർട്ട് നമുക്ക് കിട്ടുക. അത് കിട്ടിയോടുകൂടി അവർ പ്രതിക്കൂട്ടിലാവുന്നതോടുകൂടി അവർ നമ്മളെ വെല്ലുവിളിക്കാൻ തുടങ്ങി. അങ്ങനത്തെ ഒരു സംവിധാനത്തിൽ നിൽക്കുമ്പോൾ അപ്പോൾ ഒക്കെ ഈ സർക്കാരും ബ്യൂറോക്രസിക്ക് എതിരെ പോകാൻ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് വെറുപ്പിച്ചിട്ട് അവർക്ക് വലിയ നേട്ടമൊന്നും കിട്ടാനില്ലല്ലോ എന്ന് കരുതി അവർ വലിയൊരു ഡിസിഷനൊന്നും എടുക്കില്ല. അതിൻ്റെ വഴിക്ക് വിട്ടോട്ടെ, കാരണം അവരെ ബാധിക്കുന്ന വിഷയമല്ല. ആ ആൾക്കാരെ അവരവരുടെ ഒരു അന്വേഷണം വരുമ്പോൾ എന്ത് ഭീകരമായിട്ടാണ് പ്രതിരോധിക്കുന്നത്. നാട്ടിലെ നിയമവ്യവസ്ഥയെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് ഒച്ചപ്പാടും ബഹളവും കോലാഹലവും ഉണ്ടാക്കി പ്രതിരോധിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല അതിനെ രാഷ്ട്രീയവൽക്കരിക്കുക, അവരവരുടെ തെറ്റുകളെ കവറപ്പ് ചെയ്യാൻ വേണ്ടി അതിനെ രാഷ്ട്രീയവൽക്കരിക്കുക. ഇവിടെ ഞങ്ങൾ നിയമത്തിന് അതീതരാണ്, ഞങ്ങൾ നാട്ടിലെ നിയമ വ്യവസ്ഥയ്ക്കൊക്കെ അതീതരാണ്, ഞങ്ങൾ ആരും ചോദ്യം ചെയ്യാനോ അന്വേഷണത്തിനോ വരില്ല, അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന രീതിയിൽ വരുത്തി തീർക്കുന്ന ഒരു സംഗതികളൊക്കെയാണ് ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നടന്നത്. അതിനുവേണ്ടി ചാവേറുകളായ പാവം വിവരദോഷികളായ ചെറുപ്പക്കാരൊക്കെ ജയിലിലും ഒക്കെ അറസ്റ്റ് ചെയ്ത് അവർക്ക് മരണം വരെ ഇതിൻ്റെ രാജ്യദ്രോഹ കുറ്റവും മറ്റോ കുറ്റമൊക്കെ ആയിട്ട് നടക്കാമെന്നല്ലാണ്ട് അവരുടെ ജാമ്യം പോയി, അവരുടെ ജന്മം പോയി. ഈ പെൺകുട്ടി വീണ അതേ അനുസരണമുള്ള കുട്ടിയെ പോലെ ഹാജരായി. ലോ ഇവേഡ് ചെയ്യാൻ ശ്രമിക്കാൻ പാടില്ല. സംശയമുനയിൽ നമ്മൾ വരികയാണെങ്കിൽ നമ്മൾ അതിനുമായി സഹകരിക്കുകയാണ് വേണ്ടത്. പണ്ടേ പാടെ സഹകരിക്കണമായിരുന്നു. സീസേഴ്സ് വൈഫ് മസ്റ്റ് ബി എബവ് സസ്പിഷ്യൻ എന്ന് നമ്മൾ സീസർ പറഞ്ഞിട്ടുണ്ട്. അതിൽ വേണ്ടത്. സീസറിന് ഭാര്യ ഇന്നസെൻ്റ് ആണെന്ന് അറിയാമായിരുന്നു, എന്നിട്ട് സീസർ ഭാര്യയെ ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. അതിനെ ഞാൻ ന്യായീകരിക്കുകയല്ല. പക്ഷേ സീസർ അത്രയ്ക്കും വലിയൊരു ഭരണാധികാരിയായിരുന്നു. ജനങ്ങളുടെ പോപ്പുലർ വില്ലിനെ അല്ലെങ്കിൽ ജനങ്ങൾക്ക് എതിരെ നിൽക്കാൻ ആഗ്രഹമില്ലാത്തൊരു ഭരണാധികാരികൾ ഒക്കെയാണ് നമ്മുടെ ചരിത്രത്തിൽ. അത്രയും നല്ല ലിഗസിയിൽ ഉണ്ടായിട്ടുള്ള ഭരണാധികാരികളൊക്കെ നമുക്കുണ്ടായിട്ടുണ്ട്, രാമനടക്കം. അപ്പോൾ ആ നിലയ്ക്ക് അവിടെ പോയി ഒന്ന് കണക്ക് ബോധിപ്പിക്കുന്നതിന് പകരം ഇങ്ങനെ കോലാഹലങ്ങൾ ഉണ്ടാക്കി, അപ്പോൾ എന്തോ കവറപ്പ് ചെയ്യാനുണ്ട് എന്നല്ലേ എൻ്റെ അർത്ഥം. അങ്ങനെ ആ പെൺകുട്ടി അന്തസ്സായി അവിടെ പോയി ഹാജരായി. 9 മണിക്കൂറോളം ചോദിച്ചിട്ടും ഈ കുട്ടിക്ക് വേണ്ട വിധം അവർ തൃപ്തികരമായ രീതിയിൽ കൺവിൻസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. കണക്കുകൾ ഇപ്പോൾ 5 വർഷത്തേക്കെങ്കിലും നമ്മൾ എല്ലാ രേഖകളും കീപ്പ് ചെയ്യണം. എത്ര വൈൻഡപ്പ് ചെയ്താലും ഈ ഒരു യൂണിറ്റ് വൈൻഡപ്പ് ചെയ്താൽ തന്നെ 5 ഇയേഴ്സ് നമുക്ക് രേഖകൾ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. 5 ഇയേഴ്സ് കഴിഞ്ഞ് ചോദിച്ചാൽ നമുക്ക് അതിൻ്റെ ഉത്തരം പറയേണ്ടതില്ല, കാരണം നമ്മൾ ഇത് നോക്കിയിരിക്കുകയല്ലോ. അപ്പോൾ ഈ കുട്ടിയുടെ കമ്പനി ഷട്ട് ഡൗൺ ചെയ്തിട്ട് 5 ഇയേഴ്സ് ആയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ അവർ കൺവിൻസ് ചെയ്യാൻ സാധിച്ചില്ല. അവർ സംതൃപ്തരുമല്ല ഈ കുട്ടിയുടെ പ്രതികരണങ്ങളിൽ. വീണ്ടും ഡെലിവറി ചെയ്യുന്നു നോട്ടീസ് എന്ന് പറയുന്നു. അപ്പോൾ നിസ്സാരമെന്നല്ല കളിയെന്ന് നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാവുന്നു. നമുക്ക് വ്യക്തിവൈരാഗ്യം ആരോടുമില്ല. പക്ഷെ നമുക്ക് വേണ്ടത് ജനാധിപത്യം പുലരണം എന്ന് മാത്രമാണ്. ആരും നിയമത്തിന് മേലെയല്ല. നിയമവാഴ്ച ഇവിടെ ഉണ്ടായിരിക്കണം. നമ്മൾ വളരെ ഞെട്ടിയിരിക്കണം. എല്ലാവർക്കും ജുഡീഷ്യറിയിലുള്ള അല്ലെങ്കിൽ ഈ ഭരണഘടനാ സ്ഥാപനങ്ങളിലുള്ള അവരുടെ ക്രെഡിബിലിറ്റിയൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസ്യത കംപ്ലീറ്റ് പോയി. കാരണം ജഡ്ജി അടക്കം കള്ളപ്പണത്തിൽപ്പെട്ട് പൈസ, ജഡ്ജിയുടെ വീട് അഗ്നിബാധയ്ക്കിരയായി
ഇടയായപ്പോൾ നാം കണ്ടതാണതൊക്കെ. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾ നിയമം കയ്യിലെടുക്കുന്ന ഒരു സാഹചര്യം അതിവിദൂരമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഭരണകൂട സ്ഥാപനങ്ങൾക്കൊക്കെ അവരുടെ പൊതിച്ചായ തേച്ച് മിനുക്കിയേ നിലനിൽപ്പുള്ളൂ എന്നുള്ളൊരവസ്ഥയായിട്ടുണ്ട്. കാരണം പഴയ കാലമല്ല. മുഖ്യധാര മാധ്യമങ്ങൾ വാർത്ത മുക്കുന്ന പോലെ ഈ ഓരോ മനുഷ്യനും മാധ്യമമായിരിക്കുന്ന കാലഘട്ടത്ത് എല്ലാം ഒളിപ്പിച്ചു വെക്കാനൊന്നും പഴയ പോലെ സാധിക്കില്ല. അപ്പോൾ വീണ തൈക്കണ്ടി എന്ന് പറഞ്ഞ പെൺകുട്ടി അവിടെ ഇന്നലെ ഹാജരായി. വീണ്ടും സമൻസ് ഡെലിവറി ചെയ്യുന്നു. വളരെ ദുഃഖം. കാരണം കാശ് ഇഷ്ടപ്രകാരം അധികാരം ഇഷ്ടപ്രകാരം ഒക്കെ ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള ഇതിലൊന്നും ചെന്ന് പാടില്ലായിരുന്നു. മാത്രമല്ല ആ പെൺകുട്ടി ചിലപ്പോൾ പെൺകുട്ടി ഇന്നസെൻ്റ് ആയിരിക്കാം, അച്ഛൻ ചെയ്തതായിരിക്കാം അത്തരം കാര്യങ്ങളൊക്കെ. അച്ഛൻ അത് എന്താണ് സത്യസന്ധമായിട്ടുള്ള എന്താ നടന്നതെന്ന് നമുക്കറിയില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ എന്താണ് നടന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ജനാധിപത്യം പുലരട്ടെ എന്ന് മാത്രമാണ്. അല്ലെങ്കിൽ ഈ ഓൾ ആർ ഈക്വൽ ബട്ട് സം ആർ മോർ ഈക്വൽ എന്നുള്ളൊരവസ്ഥ മാറി. ഞാനൊക്കെ അതിൻ്റെ വിക്ടിമായി ഇരയായിട്ടുണ്ട്. വരും പുതിയ ജനറേഷനെങ്കിലും നല്ല രീതിയിൽ അന്തസ്സോടെ, ആരും ആർക്കും കീഴ്പ്പെടാതെ, ആരും ആരോടും സബ്മിസീവ് ആവാതെ അന്തസ്സോടെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവട്ടെ. ഞാൻ മുഖ്യമന്ത്രിയുടെ മകളായി എന്നുള്ള രീതിയിൽ പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെൻറ്റ്, ഞാൻ ആരോഗ്യമന്ത്രിയുടെ മകളായി എന്നുള്ള പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെൻറ്റ്, കൂലിപ്പണിക്കാരൻ്റെ മകൾക്ക് വേറൊരു ട്രീറ്റ്മെൻറ്റ്, അതൊന്നും ഇല്ലാത്ത നല്ലൊരു രാജ്യം പുലരട്ടെ. സത്യങ്ങളെല്ലാം തന്നെ പുറത്തേക്ക് വരട്ടെ എന്ന് ഞാൻ തീവ്രമായി ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം.